ഒരാളൊരു ചോദ്യം ചോദിച്ചിരിക്കുകയാണ്, അവൻ നിന്നെ തിരക്കി. എങ്ങനെയാണ് ചോദിക്കാം? അറബി പറയാൻ, അവൻ നിന്നെ തിരക്കി. തിരക്കാണ് കുത്തുകൂടുക എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ, അതെ, അടികൂടുക, തിരക്കുണ്ടാക്കുക. ആ തിരക്കിലല്ലല്ലോ ചോദ്യം, അന്വേഷിച്ചു എന്നല്ലേ? അന്വേഷിച്ചു എന്നാണ്. ഈ മലയാളം തന്നെ പറയുമ്പോൾ തെറ്റായി പോകും. കാരണം കറക്റ്റ് വേർഡ് അതിൻ്റെ ആംഗിളിലൂടെ പോയില്ലെങ്കിൽ അത് വേറെ എവിടെക്കോ പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം, നമുക്ക് വേറെ സിനാരിയോ എടുക്കാം. പോലീസ് നിങ്ങൾ അന്വേഷിക്കുന്നു. പോലീസ് നിങ്ങൾ അന്വേഷിക്കുന്നു. അശ്ശുർത്ത യബ്ഹസ് അൻക്. അശ്ശുർത്ത യബ്ഹസ് അൻക്. പോലീസ് നിങ്ങൾ അന്വേഷിക്കുന്നു. ഷുർത്ത യബ്ഹസ് അൻക്. ബഹസ എന്ന് പറഞ്ഞാൽ അന്വേഷിക്കണം. ഈ മബാഹിസ് എന്ന രഹസ്യാന്വേഷണത്തിൻ്റെ വിഭാഗത്തിലാണ് മബാഹിസ് പറയാറുള്ളത്. CID ഒക്കെ പറയുന്നത് മബാഹിസ് എന്ന് പറയാം. ഓക്കെ, മബാഹിസ്. അപ്പോൾ അത് ആ ഒരു വേർഡാണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞത്, ബഹസ് അൻക്. ഓക്കെ, നമ്മൾ സാധാരണ പറയുമ്പോൾ അങ്ങനെ പറയാറില്ല. നിന്നെ തിരക്കിയെന്ന് പറഞ്ഞാൽ അവിടെ യസ് അൽ അൻക് എന്ന സഅല ചോദിച്ചു എന്നാണ്. നിന്നെക്കുറിച്ച് നിന്നെ അന്വേഷിക്കുന്നുണ്ട്, മാനേജർ നിന്നെ അന്വേഷിക്കുന്നുണ്ടല്ലോ, മുദീർ യസ് അൽ അൻക്. യസ് അൽ അൻക് എന്ന് പറയാം. അപ്പോൾ ആദ്യത്തത് നമ്മൾ അന്വേഷണം തന്നെയാണ്. രണ്ടാമത്തത് എന്താണ്? നിങ്ങളെ അന്വേഷിച്ചു എന്നാണ്. തിരക്കി എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ചോദിച്ചു എന്നൊരു വാക്കിൻ്റെ അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ഒരു വാക്കാണ് ഇദവ്ർ അൻക്. ഇദവ്ർ അൻക് യാ അഖി അൽഹിൻ മുദീർ ഇദവ്ർ അൻക്. എല്ലാവരും എന്നെ തരയാണല്ലോ, എവിടെയായിരുന്നു? ഇദവ്ർ അൻക്. അശ്ശുർത്ത ഇദവ്ർ അൻക്. അത് എല്ലായിടത്തും പറയും. അപ്പോൾ അന്വേഷിക്കുക, തിരക്കുക എന്നുള്ളതിന് മൂന്നാമത്തെ ഒന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞെന്താണ്? ഇദവ്ർ അൻക്. ഓക്കെ, ഇദവ്ർ അൻക്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ യബ്ഹസ് അൻക്, യസ്അൽ അൻക്, ഇദവ്ർ അലൈക്ക് പറയലാണ് ഒന്നുകൂടി നല്ലത്. ഇദവ്ർ അലൈക്ക്, ദവ്വറ അലയ്യ, ഇദവ്ർ അലൈക്ക്, നിന്നെ തിരയുകയാണ് എന്ന അർത്ഥത്തിന്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? പിന്നെ അന്വേഷിക്കുന്നു, മാനേജർ നിന്നെ അന്വേഷിക്കുന്നു. അൽ മുദീർ യബ്ഹസ് അൻക്. അൽ യസ്അൽക്, അൽ യസ്അൽക് നിന്നെ ചോദിക്കുന്നു. യസ്അൽ അൻക് എന്ന് പറഞ്ഞാലാണ് അന്വേഷിക്കുന്നു എന്നുള്ളൊരു ആംഗിളിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ യസ്അൽ അൻക്, യബ്ഹസ് അൻക്. കില്ലമക്കാൻ, അവർ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷെയ്യക്കാൻ സെർച്ച് ചെയ്യാനാണ്. ഷെയ്യക്ക് കില്ലമക്കാൻ ഇൻറ്റുവേനിയാ ഹബീബി, നീ എവിടെയാണ്? നിന്നെ തിരക്കിക്കൊണ്ടിരിക്കല്ലോ. അപ്പോൾ ഷെയ്യക്കാന്ന് പറഞ്ഞാൽ അത് വേറെ ആംഗിളിലുള്ളതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നമ്മൾ 3-4 വാക്ക് ഒറ്റ ആശയത്തിന് പഠിച്ചു. കൺഫ്യൂഷൻ ആവരുത്. അതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഭാഷയിൽ കൃത്യമായി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യമാവുകയുള്ളൂ. അറബിക്ക് കമ്മ്യൂണിക്കേഷൻ പഠിപ്പിക്കാൻ വേണ്ടി അറബിക്ക് വേണ്ടി ഫ്ലുവൻസി ബാച്ചും ആരംഭിച്ചിട്ടുണ്ട്. അതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ പഠിപ്പിക്കുന്നത് പിന്നെ ഇമറാത്തികളാണ് എന്ന് പറഞ്ഞാൽ അവിടെ അറേബ്യൻ സിറ്റിസൻസ് ആണ് ഈ വിഷയത്തിലൊക്കെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അതൊക്കെ ഉപകാരപ്പെടൂലേ? എന്തായിരുന്നാലും പഠിക്കാനും പരിശീലിക്കാനും അറബിക്കിനോടൊപ്പം ചേരുക. ശുക്രൻ ലക്കും. മഅസ്സലാമ.